ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ മഠം സന്ദർശിക്കുന്നു. ഗോവയിലെ ശ്രീ സംസ്ഥാൻ ഗോകർണൻ മഠത്തിന്റെ വാർഷികാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 60ാമത് DGP IG അഖിലേന്ത്യാ കോൺഫറൻസിന് ഛത്തീസ്ഗഡിൽ ഇന്ന് തുടക്കം. നാവികസേനാ ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഡിസംബർ 3 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ദിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ മഠം സന്ദർശിക്കുന്നു. ലക്ഷകാന്ത ഗീതാ പാരായണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ക്ഷേത്രസന്നിധിയിലെ സുവർണ തീർത്ഥ മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പുണ്യജാലകത്തിൽ കനക കവചവും സമർപ്പിക്കും. കർണാടക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഉച്ചതിരിഞ്ഞ് ഗോവയിലെത്തും. കാൺകോണിലെ ശ്രീ സംസ്ഥാൻ ഗോകർണൻ പാർത്തഗിലി ജീവോത്തം മഠത്തിന്റെ 550ാം വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. 77 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി പാർത്തഗലിയിൽ അനാച്ഛാദനം ചെയ്യും. രാമായണ തീം പാർക്ക്, ഗാർഡൻ, മ്യൂസിയം എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡിസംബർ 3 തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. നാവികസേനയുടെ കരുത്തും പോരാട്ടവീര്യവും എല്ലാ അർത്ഥത്തിലും എടുത്തുകാട്ടുന്ന പ്രകടനങ്ങളാകും ഡിസംബർ 3 ശംഖുമുഖത്തെ കടലിലും ആകാശത്തിലുമായി അവതരിപ്പിക്കുക. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകുന്ന നാവിക ശക്തി പ്രകടനത്തിനായി ദക്ഷിണ നാവിക കമാൻഡിനു പുറമെ മറ്റു നാവിക കമാൻഡുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ശംഖുമുഖത്തെത്തും. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത്. സീ കാഡറ്റുകളുടെ ഹോൺ ആൻഡ് പൈപ്പ് ഡാൻസും ഇവിടെ അവതരിപ്പിക്കും. ശക്തി പ്രകടനത്തിന്റെ സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ശംഖുമുഖത്ത് നടത്തും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. വോട്ടെടുപ്പിനായി 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. യുവജനങ്ങളുടെ വോട്ടിംഗ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ബോധവൽക്കരണം ശക്തമാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഇടുക്കിയിൽ യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ ലീപ്പിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിലാണ് പരിപാടി നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഒരു പൗരന്റെ അടിസ്ഥാന അവകാശവും ഉത്തരവാദിത്തവുമാണ് വോട്ട് എന്ന സന്ദേശം യുവസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവലിന്റെ പ്രധാന ലക്ഷ്യം. പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ, നാടൻ കളികൾ, ഷോർട്ട് ഫിലിം പ്രദർശനം, കലാപരിപാടികൾ, ഇന്ററാക്റ്റീവ് സെഷനുകൾ തുടങ്ങിയവയും നടത്തി. യുവാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചും വോട്ടിന്റെ വിലയും രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ തങ്ങളുടെ പങ്കും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുമുള്ള അവസരമാണ് ഫെസ്റ്റിവലിലൂടെ ഒരുക്കിയത്. വിദ്യാർത്ഥികൾക്ക് പുറമെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 1,61,00,000 കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 57.95%. വളരുന്ന സമ്പദ് വ്യവസ്ഥ, സാങ്കേതിക പുരോഗതി എന്നിവ സ്ഥിരതയുടെ ശബ്ദമായി ഉയർന്നുവരാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ചാണക്യ ഡിഫൻസ് ഡയലോഗ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള രാജ്യങ്ങൾ ഇന്ത്യയെ വിശ്വസനീയ പങ്കാളിയായാണ് കാണുന്നത്. സമാധാനത്തിലും സംഭാഷണത്തിലുമാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും എന്നാൽ പരമാധികാരം, ജനസുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 60ാമത് DGP IG അഖിലേന്ത്യാ കോൺഫറൻസിന് ഇന്ന് ഛത്തീസ്ഗഡിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയ പ്രമുഖരും സംസ്ഥാന പോലീസിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. വികസിത ഭാരതം സുരക്ഷാ തലങ്ങൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സമ്മേളനത്തിൽ മാവോയിസ്റ്റ് തീവ്രവാദം, ഭീകരവിരുദ്ധ നടപടികൾ, ദുരന്ത നിവാരണം, സ്ത്രീ സുരക്ഷ, ഫോറൻസിക് സയൻസ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ
തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രധാനമന്ത്രി സമ്മേളനത്തിൽ സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിട്ടുള്ളത്. നെടുമങ്ങാട് വലിയമല സ്റ്റേഷനിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് നേമം പോലീസിന് കൈമാറി. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന ചടങ്ങിൽ വിഖ്യാത നടൻ ധർമ്മേന്ദ്രയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾക്കും സിനിമാ പ്രവർത്തകർക്കും ചലച്ചിത്ര കാഴ്ചയുടെ പുത്തൻ ലോകം സമ്മാനിച്ചുകൊണ്ടാണ് 56ാമത് IFFIക്ക് ഗോവയിൽ ഇന്ന് സമാപനമാകുന്നത്. ഈ മാസം 20-ന് ആരംഭിച്ച ചലച്ചിത്രമേളയിൽ 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. മലയാളം അടക്കമുള്ള ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളും മേളയിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി. തുടരും, ARM, സർക്കീട്ട്, പൊണ്ണും പൊറാട്ടും തുടങ്ങിയ സിനിമകൾ മലയാളത്തിൽ നിന്നും പ്രദർശനത്തിനെത്തിയിരുന്നു. ഗുരുദത്ത്, രാജ്ഖോസെ, ഋതിക് ഘട്ടക് തുടങ്ങിയ സിനിമാ ഇതിഹാസങ്ങൾക്കും മേള ആദരമർപ്പിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സിനിമാ യാത്രയുടെ 50 വർഷങ്ങൾ പിന്നിടുന്ന വിഖ്യാത നടൻ രജനീകാന്തിന് ആദരം നൽകും. സുവർണ മയൂരം, രജത മയൂരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട്, തീരദേശ ആന്ധ്ര, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്ക് നീങ്ങുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഡിസംബർ 1 വരെ മേഖലയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, രാമനാഥപുരം, തിരുവള്ളൂർ, ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം ജില്ലകളിൽ ശക്തമായ മഴ അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിലവിൽ കടലിൽ പോയിട്ടുള്ളവർ അടുത്ത മാസം 1 വരെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മാന്നാർ ഉൾക്കടൽ, കൊമോറിൻ മേഖല എന്നിവ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഇന്നുകൂടി സമർപ്പിക്കാം. തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ തുടരുന്നു. ഇമ്രാൻഖാൻ ജീവനോടെ ഇല്ലെന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ആശങ്കകൾ പ്രചരിക്കുന്നത്. തന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കണമെന്നും ഉടനടി അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും ഇമ്രാൻഖാന്റെ മകൻ കാസിം ഖാൻ സമൂഹമാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടു. ജയിലിൽ ഇമ്രാൻഖാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് പാകിസ്ഥാനോട് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടു. വൈറ്റ് ഹൌസിന് സമീപം 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ അഫ്ഗാൻ പൌരൻ വെടിയുതിർത്ത സംഭവത്തിൽ ശക്തമായ നിലപാടുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 3ാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ശാശ്വതമായി നിർത്താൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. വിദ്യാഭ്യാസം, ജോലി എന്നിവയ്ക്കായി അമേരിക്കയിലെത്താൻ ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ ഈ തീരുമാനം സാരമായി ബാധിക്കും. ഹോങ്കോങ്ങിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 83ആയി. 280-ലധികം പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. 2026 വനിതാ പ്രീമിയർ ലീഗ് മെഗാ താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരമായി ഇന്ത്യൻ ഓൾറൌണ്ടർ ദീപ്തി ശർമ്മ. ഇന്നലെ നടന്ന താരലേലത്തിൽ 3.2 കോടി രൂപയ്ക്ക് UP വാറിയേഴ്സാണ് താരത്തെ വീണ്ടും ടീമിൽ നിലനിർത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ മഠം സന്ദർശിക്കുന്നു. ഗോവയിലെ ശ്രീ സംസ്ഥാൻ ഗോകർണ മഠത്തിന്റെ വാർഷികാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 60ാമത് DGP IG അഖിലേന്ത്യാ കോൺഫറൻസിന് ഛത്തീസ്ഗഡിൽ ഇന്ന് തുടക്കം. നാവികസേനാ ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഡിസംബർ 3-ന് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ദിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.